ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമമുണ്ടാകട്ടെ. ഇന്ന് പ്രഭാതത്തിൽ ധ്യാന ചിന്തയ്ക്കായി പരിശുദ്ധാത്മാവിൻ്റെ ഹൃദയത്തിൽ പ്രകാശനം തന്ന വാക്യം ലൂക്കോസിൻ്റെ സുവിശേഷം 1-ാം അധ്യായം അതിൻ്റെ 28-ാമത്തെ വാക്യം. ദൂതൻ അവളുടെ അടുക്കൽ അകത്തു ചെന്നു, കൃപ ലഭിച്ചവളെ നിനക്ക് വന്ദനം, കർത്താവ് നിന്നോട് കൂടെ ഉണ്ട് എന്ന് പറഞ്ഞു. ദൂതൻ മറിയെ വിളിക്കേണ്ട പേര് മറിയെ നിനക്ക് വന്ദനമെന്നാണ് പറയേണ്ടത്. കാരണം അവളുടെ പേര് മറിയ എന്ന്, ആ പദമാണ് അവളെ വിളിക്കേണ്ടത്. പക്ഷേ ദൂതൻ അവളെ വിളിച്ചത് അങ്ങനെയല്ല. കൃപ ലഭിച്ചവളെ നിനക്ക് വന്ദനം. ദൈവമക്കളെ, ദൈവജനത്തിലൂടെ പലപ്പോഴും നമ്മൾ സഞ്ചരിക്കുമ്പോൾ ദൈവം ചിലരെ ചില പേരുകൾ വിളിക്കുന്നതായിട്ട് കാണുവാനിടയായിത്തീരുന്നുണ്ട്. അതിൽ ഒരു പേരാണ് നമ്മളിവിടെ കാണുവാനിടയായി തീർന്നത്, കൃപ ലഭിച്ചവളെ. പ്രൈസ് ദി ലോർഡ്. ഇതുപോലെ തന്നെ പഴയ നിയമത്തിൽ ന്യായാധിപന്മാരുടെ പുസ്തകം 6-ാം അധ്യായം അതിൻ്റെ 12-ാമത്തെ വാക്യത്തിൽ യഹോവയുടെ ദൂതൻ അവന് പ്രത്യക്ഷനായി, അല്ലയോ പരാക്രമശാലിയെ, യഹോവ നിന്നോട് കൂടെയുണ്ട് എന്ന് അവനോട് പറഞ്ഞു. അപ്പം നോക്കണം, ഗിദെയോനെ വിളിക്കുന്നത് പരാക്രമശാലിയെ എന്ന്. പ്രൈസ് ദി ലോർഡ്. മത്തായി സുവിശേഷം 6-ാം അധ്യായം അതിൻ്റെ 18-ാമത്തെ വാക്യത്തിൽ കർത്താവായ യേശുക്രിസ്തു പത്രോസിനെ വിളിക്കുന്നൊരു പദമുണ്ട്, നീ പത്രോസ് ആകുന്നു. അവൻ അതുവരെ അറിയപ്പെട്ടത് ശീമോൻ എന്ന്. എന്നാൽ അന്ന് യേശു അവനെ വിളിക്കുകയാണ്, നീ പത്രോസ് ആകുന്നു. പ്രൈസ് ദി ലോർഡ്. ലൂക്കോസ് സുവിശേഷം 6-ാം അധ്യായം 14-ാമത്തെ വാക്യത്തിൽ അവിടെ എഴുതിയിരിക്കുന്നത് പത്രോസ് എന്ന് അവൻ പേർ വിളിച്ച ശീമോൻ. അപ്പോൾ കർത്താവായ യേശു ക്രിസ്തു ശീമോന് ഇട്ടുകൊടുത്തൊരു പേരാണ് പത്രോസ്. അപ്പോൾ അതുവരെ അവൻ അറിയപ്പെട്ടത് ശീമോൻ എന്നാണ്. ഇന്ന് പകൽക്കാലം ഈ ധ്യാനചിന്തയിൽ ഞാൻ പറയുവാൻ ആഗ്രഹിക്കുന്ന ആദ്യത്തെ ചിന്ത, ദൈവം ചിലരെ പേർ ചൊല്ലി വിളിക്കുന്നുണ്ട്. ഇവിടെ മറിയെ വിളിക്കുകയാണ് കൃപ ലഭിച്ചവളെ, ഗിദെയോനെ വിളിക്കുകയാണ് പരാക്രമശാലിയെ, ശീമോനെ വിളിക്കുകയാണ് പത്രോസ്. അതിൻ്റെ അർത്ഥം ഇങ്ങനെയാണ്. നോക്കണം, ഭാവി മേഖലയിൽ അവരാരായി തീരും എന്നത് കണ്ടാണ് ദൈവം ആ പേർ വിളിക്കുന്നത്. ഇവിടെ പരാക്രമശാലി എന്ന പേര് ഗിദെയോനെ വിളിക്കുമ്പോൾ അവൻ യഥാർത്ഥമായി ഒരു പരാക്രമശാലി അല്ല, പക്ഷെ അവനൊരു പരാക്രമശാലിയായി തീരുകയാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഇസ്രായേലിനെ മിദ്യാൻ്റെ കയ്യിൽ നിന്ന് വിടുവിച്ച് അവിടുത്തെ ഒരു ന്യായാധിപനായി മാറുന്ന ഒരനുഗ്രഹീതമായ ഒരു പദവി ദൈവം അവന് കൊടുക്കുകയാണ്. അതുകൊണ്ട് അവനെ മുന്നമേ വിളിക്കുക, നീ പരാക്രമശാലിയ. പ്രൈസ് ദി ലോർഡ്. മാത്രമല്ല, അവൻ പരാക്രമശാലി ആക്കി തീർക്കുവാൻ തക്കവണ്ണം ദൈവം അവൻ്റെ കൂടെ ഇരിക്കും. അല്ലയോ പരാക്രമശാലിയെ എന്ന് പദം കൊണ്ട് നിർത്തുകയല്ല, യഹോവ നിന്നോട് കൂടെ ഇരിക്കും എന്ന് വെച്ചാൽ നിന്നെ വിളിച്ച പദപ്രയോഗത്തിനനുസരിച്ച്, ആ പേരിനനുസരിച്ച് നിന്നെ ആക്കി തീർക്കുവാൻ യഹോവ നിൻ്റെ കൂടെ ഇരിക്കും. പ്രൈസ് ദി ലോർഡ്. ശീമോനെ കർത്താവ് പത്രോസ് എന്ന് വിളിക്കുമ്പോൾ ശീമോൻ എന്ന പദത്തിൻ്റെ അർത്ഥം ഞാങ്ങണ എന്ന ഒരു ചെടിയോട് ആണ് പറഞ്ഞിരിക്കുന്നത്. എന്ന് വെച്ചാൽ പെട്ടെന്ന് ബലമില്ലാത്ത ചെറിയ കാറ്റിൽ പോലും താഴെ പോകുന്ന ആ പദമാണ് ശീമോൻ എന്ന പേരിൻ്റെ അർത്ഥം. എന്നാൽ പത്രോസ് എന്ന പേരിൻ്റെ അർത്ഥം അങ്ങനെയല്ല. ഹല്ലേലൂയ. പാറക്കഷണമെന്ന് എന്ന് വെച്ചാൽ ഉറപ്പുള്ളത്, എന്ന് വെച്ചാൽ ബലമില്ലാത്ത ഒന്നിനെ ഉറപ്പുള്ളതാക്കി തീർക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്.
ഉറപ്പുള്ള ഒരു വ്യക്തിത്വമായി പത്രോസ് മാറുകയും. ഹല്ലേലൂയ. അപ്പോൾ നോക്കണം, ആ പത്രോസ് എന്ന പേര് കർത്താവിനെ വിളിക്കുമ്പോൾ നീ ഇന്നലകളിൽ ഉറപ്പില്ലാതെ ക്ഷീണിച്ചു പോകുന്ന ആരുടെയെങ്കിലുമൊക്കെ വാക്കിൽ തളർന്നു പോകുന്ന ഒരു ഞാങ്ങണയ്ക്ക് തുല്യമായ ഒരു വ്യക്തിയായിരുന്നു. എന്നാൽ നീ അങ്ങനെയല്ല, നീ പത്രോസായി തീരുകയാണ്. എന്ന് വെച്ചാൽ അതിൻ്റെ അർത്ഥം ആ പേര്, ഹല്ലേലൂയ, ഞാനിട്ട പേര് ഉറപ്പുള്ള, ധൈര്യമുള്ള, ഹല്ലേലൂയ, 4 പേരുടെ മുമ്പിൽ നിന്നുകൊണ്ട് ശക്തമായി എന്നെക്കുറിച്ച് പറയാൻ തക്കവണ്ണം, പ്രൈസ് ദി ലോർഡ്, ഉറപ്പുള്ള ഒരു വ്യക്തിയായി നീ ആയിത്തീരും. നീ മാറും, പത്രോസായി മാറും. ഹല്ലേലൂയ. പകൽക്കാലം ദൈവം, പ്രൈസ് ദി ലോർഡ്, ഒരു പേര് പറയുമ്പോൾ അങ്ങനെ ആ വ്യക്തി ആയിത്തീരുക. എങ്ങനെയാണ് ആയിത്തീരും? ദൈവം അങ്ങനെ ആക്കി തീർക്കുവാൻ അവരോട് കൂടെയിരിക്കും. പരാക്രമശാലിയാക്കി തീർക്കുവാൻ ഗിദെയോന് കൂടെയിരിക്കും. ശീമോനെ പത്രോസാക്കി തീർക്കുവാൻ ദൈവം അവൻ്റെ കൂടെ ഇരുന്ന് അവനെ ഉറപ്പുള്ളവനാക്കി തീർക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്. ഇവിടെ മറിയോട് പറയുകയാണ്, മറിയേ, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, നീ കൃപ ലഭിച്ചവളെ നിനക്ക് വന്ദനം. യഹോവ നിന്നോട് കൂടെ ഇരിക്കും. നീ, ഹല്ലേലൂയ, സ്തോത്രം, ഹല്ലേലൂയ, കൃപ ലഭിച്ചവളെന്ന് ലോകം പറയത്തക്ക രീതിയിൽ നിന്നെ ഞാൻ ആക്കി തീർക്കും. എന്ന് വെച്ചാൽ, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, നിനക്ക്, ഹല്ലേലൂയ, സ്തോത്രം, ഹല്ലേലൂയ, ദൈവത്തെ ഉദരത്തിൽ വഹിച്ച്, ഹല്ലേലൂയ, സ്തോത്രം, ആ പ്രതിസന്ധികളിലെ, പ്രതികൂലങ്ങളിലെ, വേദനകളിലെ, ദുഃഖങ്ങളിലെ നീ കടന്നു പോകുമ്പോൾ, പ്രൈസ് ദി ലോർഡ്, ലോകം ഒരു കാലത്ത് നിന്നെ നോക്കിക്കൊണ്ട് പറയും ഇത്, സ്തോത്രം, ഹല്ലേലൂയ, അവൾക്ക് ദൈവത്തിൻ്റെ കൃപയിലാണ് ഇതെല്ലാം ചെയ്യാൻ കഴിഞ്ഞത്. പ്രൈസ് ദി ലോർഡ്. പറയാണ്, ആ കൃപ ലഭിച്ചവളെ, ഹല്ലേലൂയ, സ്തോത്രം, നിന്നെ ഞാൻ അങ്ങനെ ആക്കി തീർക്കും. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഒന്നാമത്തെ ചിന്ത, ദൈവം ഒരു പേര് വിളിക്കുമ്പോൾ, പ്രൈസ് ദി ലോർഡ്, ദൈവം കൂടെ ഇരുന്ന് അങ്ങനെ ആ വ്യക്തി ആക്കി തീർക്കും എന്നുള്ളത്. അങ്ങനെ ആ വ്യക്തി ആക്കി തീർക്കും. പ്രൈസ് ദി ലോർഡ്. രണ്ടാമതായിട്ട് പരിശുദ്ധാത്മാവിൻ്റെ ഹൃദയത്തിൽ തന്ന ചിന്ത ഇങ്ങനെയാണ്, ദൈവമക്കളെ, സ്തോത്രം, ഹല്ലേലൂയ, മറിയയോട് ദൂതൻ പറയുന്ന വാക്ക് കൃപ ലഭിച്ചവളെ എന്ന പദം പറയുമ്പോൾ രണ്ടാമത്തെ ചിന്ത പരിശുദ്ധാത്മാവിൻ്റെ ഹൃദയത്തിൽ തരുന്നത് ഇങ്ങനെയാണ്, കൃപ ഒരു മനുഷ്യന് ലഭിച്ചു കഴിയുമ്പോൾ അവൻ എന്തൊക്കെ ചെയ്യണം എന്നുള്ളത് ദൈവം പറഞ്ഞു കൊടുക്കും. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. നമുക്കറിയാം, ഈ ഭാഗത്ത് കൃപ ലഭിച്ചവളെ നിനക്ക് വന്ദനം എന്ന് പറഞ്ഞിട്ട് പോകുകയല്ല, പകരം മുൻപോട്ടുള്ള ഗമനങ്ങളിൽ, സ്തോത്രം, അവളുടെ ജീവിതത്തിൽ സംഭവിക്കാൻ പോകുന്ന പല കാര്യങ്ങളും ദൈവത്തോട് സംസാരിക്കുന്നുണ്ട്. സ്തോത്രം. അവിടെ തന്നെ അവളോട് പറയുകയാണ്, സ്തോത്രം, നീ ഗർഭം ധരിച്ചൊരു മകനെ പ്രസവിക്കും, രണ്ടവൻ യേശു എന്ന് പേരിടണം, അവൻ വലിയവനാകും, അത്യുന്നതൻ്റെ പുത്രനെന്ന് വിളിക്കപ്പെടും, കർത്താവായ ദൈവം അവൻ്റെ പിതാവായ ദാവീദിൻ്റെ സിംഹാസനം അവന് കൊടുക്കും, അവൻ യാക്കോബ് ഗൃഹത്തിന് എന്നേക്കും രാജാവായിരിക്കും, അവൻ്റെ രാജ്യത്തിന് അവസാനമുണ്ട്. അപ്പോൾ ഈ കാര്യങ്ങളെല്ലാം ദൈവം അവൾക്ക് പറഞ്ഞു കൊടുക്കുകയാണ്. പ്രൈസ് ലോർഡ്. ഇതിൻ്റെ ഉള്ളിൽ ഞാൻ പറയട്ടെ ദൈവമക്കളെ, അവളുടെ ഉദരത്തിലൊരു കുഞ്ഞ് ജനിക്കുമെന്ന് മാത്രമല്ല, ആ കുഞ്ഞ് ആരായി തീരുമെന്നതും കൃപ ലഭിച്ച മറിയയ്ക്ക് പറഞ്ഞു കൊടുക്കുന്നുണ്ട്. അപ്പോൾ കൃപ ലഭിച്ചു കഴിഞ്ഞാൽ കിട്ടുന്ന ഒന്ന്, സ്തോത്രം, ദൈവം ഭാവി മേഖലകളിൽ, ഹല്ലേലൂയ, സ്തോത്രം, നാം ആകേണ്ടതും ആയിത്തീരേണ്ടതുമായ കാര്യങ്ങളെക്കുറിച്ച് നമുക്ക് പറഞ്ഞു തരും എന്നുള്ളതാണ് നാം മനസ്സിലാക്കേണ്ടത്. പ്രൈസ് ദി ലോർഡ്. ഇത് തന്നെ നോഹയുടെ ജീവിതത്തിലും സംഭവിക്കുന്നുണ്ട്. ഉൽപ്പത്തി പുസ്തകം 6-ാം അധ്യായം 8-ാമത്തെ വാക്യമാണ്. എന്നാൽ നോഹയ്ക്ക് യഹോവയുടെ കൃപ ലഭിച്ചു. അവിടെ നമ്മൾ കാണുന്നത് നോഹയുടെ കാലഘട്ടം എന്നുള്ളത് വഷളത്വം നിറഞ്ഞ കാലഘട്ടമാണ്. ദൈവം ആ ജനത്തെ മുഴുവൻ നശിപ്പിക്കുവാൻ തീരുമാനിക്കുക. പക്ഷേങ്കിൽ അവിടെ നോഹയോട് ദൈവത്തിന് കൃപ തോന്നുന്നു. ദൈവത്തിന് നോഹയോട് കൃപ തോന്നുമ്പോൾ നോഹയോട് ദൈവം പറയുന്നതാണ് 8-9 തൊട്ടുള്ള വാക്യങ്ങൾ താഴോട്ട് കാണുന്നത്. സ്തോത്രം. അവിടെ നമ്മൾ കാണുന്നത്, സ്തോത്രം, നോഹയോട് പറയുകയാണ്, ദൈവം
ഭൂമിയിൽ മനുഷ്യരെല്ലാം വഷളത്വമായി നടക്കുന്നത് കണ്ടു. എന്നാൽ നിന്നെയും നിൻ്റെ കുടുംബത്തെയും ഞാൻ രക്ഷപ്പെടുത്തുവാൻ ആഗ്രഹിക്കുന്നു. അതിനുവേണ്ടി നീ ഗോഫർ മരം കൊണ്ടൊരു പെട്ടകമുണ്ടാക്കണം. ആ പെട്ടകത്തിന് ചെയ്യേണ്ട കാര്യങ്ങൾ, പെട്ടകത്തിന് നീളം, വണ്ണം, ഇവയെല്ലാം പറയുന്നുണ്ട്. അപ്പം കൃപ ലഭിച്ചു കഴിഞ്ഞാൽ ഹല്ലേലൂയ സ്തോത്രം, ദൈവം ഹല്ലേലൂയ അവരോട് കാര്യങ്ങൾ സംസാരിക്കാൻ തുടങ്ങും. രണ്ട്, കൃപ ലഭിച്ചവർക്കോടുകൂടെ എല്ലാം ദൈവം കൂടെ ഇരുന്നു എന്ന പദം നമ്മളിവിടെ കാണുന്നുണ്ട്. സ്തോത്രം. നോഹയോട് കൂടെ ദൈവം ഇരുന്നു. പ്രൈസ് ലോർഡ്. ദൈവം ഇരുന്നു. ഹല്ലേലൂയ. അപ്പം നമ്മൾ നോഹയോട് കൂടെ. അപ്പം കൃപ ലഭിച്ചു കഴിഞ്ഞാൽ ലഭിക്കുന്ന അടുത്ത അനുഗ്രഹം, സ്തോത്രം, ദൈവം അവരോട് കൂടെ ഇരുന്ന് അവർക്ക് മുൻപിലോ വരുന്ന കാര്യങ്ങളെക്കുറിച്ച് ഹല്ലേലൂയ പറഞ്ഞു കൊടുക്കും. നോഹയ്ക്ക് മുൻപിൽ വരുന്ന പല കാര്യങ്ങളും പറഞ്ഞു കൊടുത്തു. എന്നാൽ സ്തോത്രം, മൂന്നാമത്തെ ഒരു സ്റ്റേറ്റ്മെൻറ്റും കൂടെ പറയുവാൻ ഞാൻ ആഗ്രഹിക്കുന്നത് ഇങ്ങനെയാണ്. കൃപ ലഭിച്ചു കഴിഞ്ഞാൽ സ്തോത്രം, ഹല്ലേലൂയ സ്തോത്രം, എല്ലാ കാര്യങ്ങളിലും ദൈവത്തിൻ്റെ നിയന്ത്രണമുണ്ടായിരിക്കും. എന്ന് വെച്ചാൽ ഒന്നുകൂടെ ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ സ്തോത്രം, ഇവിടെ നോഹയോട് സ്തോത്രം ദൈവം പറയുന്നുണ്ട് ഒരു പെട്ടകം ഉണ്ടാക്കി, കാര്യങ്ങളൊക്കെ പറഞ്ഞു. പക്ഷേ സ്തോത്രം, ആ പെട്ടകത്തെ എങ്ങനെ വെള്ളത്തിൽ ഇറക്കുമെന്ന് പറഞ്ഞു കൊടുത്തില്ല. ആ പെട്ടകത്തെ സ്തോത്രം എവിടെ പെട്ടകത്തെ ഉറപ്പിക്കുമെന്ന് പറഞ്ഞു കൊടുത്തില്ല. സ്തോത്രം. ഹല്ലേലൂയ. പറഞ്ഞു കൊടുത്ത കുറേ മേഖലയുണ്ട്, പറഞ്ഞു കൊടുക്കാത്ത കുറേ മേഖലയുണ്ട്. സ്തോത്രം. ആരംഭ മേഖലകളിലൊക്കെ കൂടെ ഇരുന്നു പറഞ്ഞു കൊടുത്തു, ചിലതൊന്നും പറഞ്ഞു കൊടുത്തിട്ടില്ല. പക്ഷെ ഒരു കാര്യം സത്യം, കൃപ ലഭിച്ചവന് ഹല്ലേലൂയ ചിലത് പറഞ്ഞു കൊടുക്കും, ചിലത് പറഞ്ഞു കൊടുക്കത്തില്ല. പറഞ്ഞു കൊടുക്കാത്ത മേഖലയിലും അവനെ നടത്തുവാൻ ഹല്ലേലൂയ ദൈവം ശക്തൻ. നമുക്കറിയാം നോഹയുടെ കാലഘട്ടത്തിൽ സ്തോത്രം, കൃപ നോഹയ്ക്ക് കിട്ടിയതുകൊണ്ട് സംഭവിച്ചത് സ്തോത്രം, നോഹൻ ആ പെട്ടകമുണ്ടാക്കി, ആ പെട്ടകത്തിനൊക്കെ അവർ കയറി. പ്രൈസ് ലോർഡ്. ഹല്ലേലൂയ. വെള്ളം പൊങ്ങുന്നു. സ്തോത്രം. ആ പെട്ടകം ഹല്ലേലൂയ ആടി ഉലയുന്നു. ആ വെള്ളത്തിന് മുകളിലൂടെ ആ പെട്ടകം സഞ്ചരിക്കുന്നു. സ്തോത്രം. ഹല്ലേലൂയ. അവസാനമായി ആ പെട്ടകം അരാരാത്ത് പർവ്വതത്തിൽ ഉറയ്ക്കുന്നു. പ്രൈസ്. നോക്കണം, പിന്നീട് നടക്കുന്ന എല്ലാ കാര്യങ്ങളും ദൈവം പറഞ്ഞു കൊടുത്തില്ലെങ്കിലും അതിലെല്ലാം ദൈവിക നിയന്ത്രണത്തിൽ ദൈവം കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. സ്തോത്രം. സുരക്ഷിതമായി അരാരാത്ത് പർവ്വതത്തിൽ പെട്ടകത്തെ ഉറപ്പിച്ച് അവരെ പുറത്തിറക്കി. സ്തോത്രം. ഹല്ലേലൂയ. ആ അനുഗ്രഹമെല്ലാം ആ കൃപയ്ക്കകത്തുണ്ടായിരുന്നു എന്നുള്ളതാണ് ഇന്ന് പകൽക്കാലം എനിക്ക് പറയുവാനുള്ള രണ്ടാമത്തെ ചിന്ത. ഹല്ലേലൂയ സ്തോത്രം. ഇവിടെ നമ്മൾ മറിയയുടെ ഭാഗമാണല്ലോ, മറിയെക്കുറിച്ചാണല്ലോ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. മറിയോട് ദൈവത്തിൻ്റെ ആ ദൂതൻ പറയുകയാണ്, കൃപ ലഭിച്ചവളെ നിനക്ക് വന്ദനം, യഹോവ നിന്നോട് കൂടെയുണ്ട്. സ്തോത്രം. അവൾ നോക്കണം, അവളുടെ ഉദരത്തിൽ വളരുന്ന കുഞ്ഞിനെക്കുറിച്ച് ഒത്തിരി കാര്യങ്ങൾ പറയുന്നുണ്ട്. പക്ഷേങ്കിൽ പറയാത്ത ചില മേഖലകളും അവിടെയുണ്ട്. സ്തോത്രം. അവൾ ഗർഭം ധരിക്കുമ്പോൾ അവിടെ ഭർത്താവളെ ഉപേക്ഷിക്കുമെന്നുള്ള കാര്യം ദൈവം പറയുന്നില്ല. പ്രൈസ് ലോർഡ്. ഉപേക്ഷിക്കുവാൻ അവൻ ഭാവിക്കുമെന്നുള്ള കാര്യം പറയുന്നില്ല. ഭർത്താവിനോട് യഹോവയുടെ ദൂതൻ ചെന്ന് സംസാരിക്കുന്ന സംസാരത്തെക്കുറിച്ച് പറയുന്നില്ല. പ്രൈസ് ലോർഡ്. ഹല്ലേലൂയ. ഹെരോദാവ് ഈ കുഞ്ഞിനെ കൊല്ലുവാൻ വേണ്ടി നിയമമുണ്ടാക്കുമെന്ന് പറയുന്നില്ല. സ്തോത്രം. ഇവർ ഈ കുഞ്ഞിനെ എടുത്തുകൊണ്ട് ഓടേണ്ടി വരുമെന്ന് പറയുന്നില്ല. സ്തോത്രം. ഹല്ലേലൂയ. നസ്രയത്തിൽ പോയി താമസിക്കേണ്ടി വരുമെന്ന് പറയുന്നില്ല. സ്വന്തം ദേശം വിട്ടു പോകേണ്ടി വരുമെന്ന് പറയുന്നില്ല. പ്രൈസ് ലോർഡ്. പിന്നെ ഹല്ലേലൂയ വീണ്ടും ഹല്ലേലൂയ സ്തോത്രം മടങ്ങി വരുമെന്ന് പറയുന്നില്ല. അപ്പോൾ ഇതൊന്നും പറയുന്നില്ല. സ്തോത്രം. മാത്രമല്ല കർത്താവായ യേശു ക്രിസ്തു സഹിക്കേണ്ട പീഡനങ്ങളെക്കുറിച്ച് പറയുന്നില്ല, ക്രൂശീകരണങ്ങളെക്കുറിച്ച് പറയുന്നില്ല. പക്ഷെ ഒരു കാര്യമുണ്ട്, കൃപയ്ക്കകത്ത് പറയാത്ത കാര്യങ്ങളും ഹല്ലേലൂയ സ്തോത്രം ദൈവം കൂടെ ഇരുന്ന് ഹല്ലേലൂയ ആ വഴിയിലൂടൊക്കെ നടക്കുമ്പോൾ, ആ പന്താവിലൂടൊക്കെ നടക്കുമ്പോൾ സ്തോത്രം ഹല്ലേലൂയ അതിനെ അതിജീവിക്കുവാൻ ഈ കൃപയ്ക്ക് ഹല്ലേലൂയ കൃപയ്ക്കകത്തുള്ള ഒരു വ്യക്തിക്ക് കഴിയുമെന്നുള്ളത് ഇന്ന് പകൽക്കാലം എൻ്റെ രണ്ടാമത്തെ ചിന്തയാ. സ്തോത്രം. ഹല്ലേലൂയ. ഞാനിവിടെ നിർത്തേണ്ടി വരുന്നത് കൊണ്ട് ഞാൻ പറയട്ടെ ദൈവമക്കളെ. പൗലോസ് തൻ്റെ ശരീരത്തിൻ്റെ ഒരു രോഗനിമിത്തം കർത്താവിനോട് ഈ രോഗമൊന്ന് മാറ്റുവാൻ 3 പ്രാവശ്യം അപേക്ഷിച്ചെന്ന് പറയുന്നത്. 3 പ്രാവശ്യം അപേക്ഷിച്ച് 3-ാമത്തെ പ്രാവശ്യം അവന് കിട്ടുന്ന മറുപടി ഇങ്ങനെ, എൻ്റെ കൃപ നിനക്ക് മതി. ഹല്ലേലൂയ. ഹല്ലേലൂയ. നോക്കണം, എൻ്റെ കൃപ നിനക്ക് മതി. സ്തോത്രം. ആ പ്രശ്നം നിനക്കില്ലെന്നല്ല, പ്രതികൂലം നിനക്കില്ലെന്നല്ല, ആ കൃപ ആ പ്രശ്നത്തെ അതിജീവിക്കാൻ നിന്നെ
ശക്തനാക്കുമെന്നുള്ളതാണ്. ഇന്ന് പകൽക്കാലം ഞാൻ ഈ ചിന്ത ഇവിടെ നിർത്തുന്നത് കൊണ്ട് ജനത്തോട് പറവാൻ ആഗ്രഹിക്കുന്ന ഒരു വാക്കിത. ഹല്ലേലൂയ, സ്തോത്രം. ദൈവത്തിന് ഒരു മനുഷ്യനോട് കൃപ തോന്നിയാൽ, ദൈവത്തിനൊരു വ്യക്തിയോട് കൃപ തോന്നിയാൽ, സ്തോത്രം, അവനെ വിളിക്കുന്ന പേര്, സ്തോത്രം, ഹല്ലേലൂയ, പരാക്രമശാലി എന്നോ അല്ല പത്രോസ് എന്നോ ഹല്ലേലൂയ കൃപ ലഭിച്ചവളെന്നോ ഒക്കെയാണ്. പ്രൈസ് ദി ലോർഡ്. ആ പേരിനകത്തു തന്നെ ഒരു ഭാവി മേഖല കിടപ്പുണ്ട് എന്നുള്ളതാണ്. രണ്ടാമത്തെ ചിന്ത, സ്തോത്രം, ഒരു മനുഷ്യന് ദൈവ കൃപ ലഭിച്ചു കഴിഞ്ഞാൽ ദൈവം ചില കാര്യങ്ങൾ ഹല്ലേലൂയ ഭാവി മേഖലകളെക്കുറിച്ചോട് പറഞ്ഞുകൊണ്ടിരിക്കും. ഹല്ലേലൂയ. ആ പറയുന്നത് മാത്രമല്ല, ആ പറയുന്നത്, സ്തോത്രം, ഹല്ലേലൂയ, പറയാത്തതുമായ ചില മേഖലയിലൂടെ അവർ കടന്നു പോകേണ്ടി വരും. എന്നാൽ ഒരു കാര്യം സത്യമാണ്, സ്തോത്രം, അവർ പോകുന്ന മേഖലയിലെല്ലാം ദൈവം അവരോട് കൂടെ ഇരുന്ന് അതിനെ അതിജീവിക്കുവാൻ തക്കവണ്ണം അവർക്ക് പ്രാപ്തിയും കഴിവും കൊടുക്കും. ഇന്ന് പകൽക്കാലം, സ്തോത്രം, ഹല്ലേലൂയ, വചനം കേൾക്കുന്ന ദൈവവൈതലേ, ഹല്ലേലൂയ, സ്തോത്രം, ദൈവം നിന്നെ വിളിച്ചപ്പോൾ, ഹല്ലേലൂയ, ദൈവം നിന്നെ വേർതിരിച്ചപ്പോൾ, ദൈവത്തിൻ്റെ അടുക്കലേക്ക് നീ വന്നപ്പോൾ, സ്തോത്രം, ഹല്ലേലൂയ, ചിലതൊക്കെ പറഞ്ഞു കാണുമായിരിക്കാം, ചിലതൊക്കെ പറയാത്തത് കാണുമായിരിക്കാം, ദൈവം നിന്നെ ചില പേരുകൾ ചൊല്ലി വിളിച്ചു കാണുമായിരിക്കാം. പക്ഷെ ഒരു കാര്യം സത്യമാണ്, ഹല്ലേലൂയ, സകല പ്രതിസന്ധികളെയും പ്രതികൂലങ്ങളെയും അതിജീവിക്കുവാൻ തക്കവണ്ണം ദൈവം നിന്നെ പ്രാപ്തിയുള്ളവളും പ്രാപ്തിയുള്ളവനുമാക്കി തീർക്കും. സ്തോത്രം. ഇന്ന് പോകുന്ന ഏത് മേഖലകളെയും ഹല്ലേലൂയ, സ്തോത്രം, അതിനെ അതിജീവിക്കുവാനുള്ള പ്രാപ്തിയും കഴിവും നിനക്ക് തന്നിരിക്കുന്ന കൃപയ്ക്കകത്തുണ്ട് എന്നുള്ളത് കൊണ്ടാണ് നിന്നെ വിളിച്ചത് കൃപ ലഭിച്ചവളെ എന്ന്. ഇന്ന് പകൽക്കാലം നമുക്കെല്ലാം കിട്ടിയ പേരാ കൃപ ലഭിച്ചവർ. കൃപ ലഭിച്ചവർ, നാം ആ കൃപ ലഭിച്ചവർ. ഹല്ലേലൂയ. അതുകൊണ്ട് ആ കൃപ വൃഥാവാക്കരുത്. ആ ചിന്തയിലേക്ക് ഞാൻ പോകുന്നില്ല. കൃപ വൃഥാവാക്കരുത്. കൃപ, ഹല്ലേലൂയ, സ്തോത്രം, ലഭിച്ച നാം ആ കൃപയിൽ നിൽക്കാം, ആ കൃപയിൽ വളരാം, ആ കൃപയിൽ നിലനിൽക്കാം. ആ കൃപ നമുക്ക്, ഹല്ലേലൂയ, പ്രതിസന്ധികളെ പ്രതികൂലങ്ങളെ അതിജീവിച്ച് കർത്താവ് ആഗ്രഹിക്കുന്ന നിലവാരത്തിൽ നാം എത്തുവാൻ തക്കവണ്ണം ഇടയാക്കട്ടെ എന്ന് പറഞ്ഞ് ഞാൻ ഈ മെസ്സേജ് ഇവിടെ അവസാനിപ്പിക്കുന്നു. കർത്താവേ, ഹല്ലേലൂയ, ജനത്തിനു വേണ്ടി പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധനായ ദൈവമേ, നിത്യനായ കർത്താവേ, ഞങ്ങളെ വിളിച്ചപ്പോൾ നിനക്കൊരു ലക്ഷ്യമുണ്ട്. ആ ലക്ഷ്യത്തിനു വേണ്ടി ഒരു പേർ ചൊല്ലിയാണ് വിളിച്ചത്. ഗിദെയോനെ പരാക്രമശാലി എന്നും, ഹല്ലേലൂയ, ശീമോനെ പത്രോസ് എന്നും ഒക്കെ അങ്ങ് വിളിച്ചു. മറിയയെ വിളിച്ചത് കൃപ ലഭിച്ചവളെ എന്ന. സ്വർഗത്തിലെ ദൈവമേ, ഞങ്ങളുടെ എല്ലാം പേരങ്ങനെ, ഹല്ലേലൂയ, കൃപ ലഭിച്ചവളെന്ന, പരാക്രമശാലി എന്ന. ഓ ജീസസ്, ഹല്ലേലൂയ, ഞങ്ങളുടെ പേര്, ഹല്ലേലൂയ, സ്തോത്രം, ഇന്നലകളിൽ ഞങ്ങളെപ്പോലെ, ഹല്ലേലൂയ, സ്തോത്രം, വളഞ്ഞു പോകുന്ന, ഹല്ലേലൂയ, സ്തോത്രം, ഒതുങ്ങിപ്പോകുന്നവരായിരുന്നാൽ ഞങ്ങളെ ഉറപ്പുള്ളവരും ധൈര്യമുള്ളവരും ഒക്കെ ആക്കി തീർത്ത് ആ പേരിന് അർഹതയാക്കി തീർത്ത കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. മാത്രമല്ല കർത്താവേ, ഹല്ലേലൂയ, അങ്ങ് വിളിച്ചപ്പോൾ അനേക ദൂതുകൾ, അനേക വാഗ്ദത്തങ്ങൾ ഞങ്ങളോട് പറഞ്ഞിട്ടുണ്ട്. ആ വാഗ്ദത്തങ്ങളുടെ പൂർത്തീകരണത്തിൻ്റെ, ഹല്ലേലൂയ, പ്രതിസന്ധികൾ എന്തെന്ന് ഞങ്ങൾ എപ്പോഴും പറഞ്ഞിട്ടില്ല. എന്നാൽ ആ പ്രതിസന്ധികളിൽ നിൽക്കുവാൻ ഈ കൃപ മതിയായതെന്ന്, ഹല്ലേലൂയ, സ്തോത്രം, ഞങ്ങൾ ഇന്ന് കേട്ട് കർത്താവേ, ഹല്ലേലൂയ, ആ കൃപയിൽ ഞങ്ങളെ നിർത്തണം കർത്താവേ, ഹല്ലേലൂയ, ഞങ്ങൾ ആ ലക്ഷ്യസ്ഥാനത്ത് എത്തുന്നത് വരെയും ആ കൃപയിൽ ഞങ്ങളെ പൊതിഞ്ഞ് ഞങ്ങളെ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവം ചെയ്യുന്നതുകൊണ്ട് സ്തോത്രം, ഞങ്ങളെ അനുഗ്രഹിക്കുന്നതുകൊണ്ട് സ്തോത്രം. വചനം കേട്ട ജനത്തെ ആ കൃപ പെരുകി പെരുകി അവരുടെ ജീവിതത്തിൽ ധാരാളമായി ലഭിച്ച് കർത്താവെ അവരെ സന്തോഷിപ്പിക്കണമേ, അവരെ അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. മഹത്വം അങ്ങയ്ക്ക് യേശു ക്രിസ്തുവിന്റെ ധന്യമുള്ള നാമത്തിൽ തന്നെ. ആമേൻ. ഹാവ് എ ബ്ലെസ്സഡ് ഡേ. God bless you.